എല്ലാവർക്കും മാനേജ്മെന്റ് ലെൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റെ വീഡിയോന്റെ ഹെഡിങ് വായിച്ചിട്ടുണ്ടായിരിക്കാം. ഏതൊരാൾക്കും ഒരു സെയിൽസ് ട്രെയിനർ ആവാൻ കഴിയും, പക്ഷെ വളരെ കുറച്ച് ആളുകൾക്ക് ഒരു നല്ല സെയിൽസ് പേഴ്സൺ ആവാൻ കഴിയുകയുള്ളൂ എന്നതാണ്. ഒരു നല്ല സെയിൽസ് പേഴ്സൺ ആവാൻ വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്, തൻ്റെ മുന്നിലിരിക്കുന്ന ക്ലയന്റ് അല്ലെങ്കിൽ കസ്റ്റമറുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കാനും തൻ്റെയും കൂടി പ്രോബ്ലമാണ് അതെന്നും ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ 100% ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഏതൊരു സെയിൽസ് പേഴ്സണും ആവശ്യം. ഈ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതെ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ടഫ് മൊമെന്റ് വരുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. ഞാൻ അതിന് വളരെ രസകരമായൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഇപ്പോൾ വളരെ അടുത്ത് നടന്നൊരു സംഭവമാണ്. നമ്മുടെ യൂട്യൂബിലും അതുപോലെ ഓഫ്ലൈനിലെല്ലാം ഒരുപാട് വീഡിയോകൾ, സെയിൽസിന്റെ ട്രെയിനിങ്സിന്റെ വീഡിയോ ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെയിൽസ് ട്രെയിനർ ഉണ്ട്. ഞാൻ പുള്ളിക്കാരന്റെ വീഡിയോസ് കാണാറുള്ളതാണ്. വളരെ മനോഹരമായി പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ് സെയിൽസ് ടാക്ടിക്സുകളെല്ലാം. ഇയാള് ഒരു ട്രെയിനിങ് സെക്ഷൻ നമ്മുടെ നോർത്ത് കേരളയിൽ ചെയ്യുകയാണ്. ഈ നോർത്ത് കേരളയിൽ ചെയ്യുമ്പോൾ പുള്ളിക്കാരന്റെ ട്രെയിനിങ്ങിന്റെ വേയിൽ കുറച്ച് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില രീതികളുള്ളത് മുന്നേയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇയാള് ഈ ഇവന്റ് നടക്കുമ്പോൾ പൈസ കൊടുത്ത ആ ഇവന്റിന് പോയ ഒരു കസ്റ്റമർ എണീറ്റ് നിന്നിട്ട് പറയുകയാണ്, ഈ രീതിയിൽ ട്രെയിനിങ് മുന്നോട്ട് എടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ രീതിയിൽ മാറ്റം വരുത്തണം എന്ന് പറയുകയാണ്. ഉടനെ തന്നെ ഈ ട്രെയിനർ എന്താണ് ചെയ്യുന്നത്? സെയിൽസ് ട്രെയിനർ ഈ ഒരു ടഫ് കസ്റ്റമറെ ഹാൻഡിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള, എനിക്ക് ഒരുപാട് ട്രിക്കുകൾ മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു ടഫ് കസ്റ്റമറെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവരെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണം എന്നുള്ള വീഡിയോകൾ ചെയ്തിട്ട് ഒരുപാട് ലൈക്സും ഷെയർസും കിട്ടിയ ഈ ട്രെയിനർ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എൻ്റെ ട്രെയിനിങ്ങിൽ ഇരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം, നിങ്ങളുടെ പൈസ ഞാൻ റീഫണ്ട് ചെയ്യാം എന്നാണ് ഇമീഡിയറ്റ്ലി ഉള്ള ഒരു റെസ്പോൺസ്, അല്ലേ? ഇനിയായിരുന്നു ആ മൊമെന്റ് ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത്? ഒരിക്കലുമല്ല. ഒരു കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു സർവീസ് പേ ചെയ്തിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു കസ്റ്റമർ ഒരു പ്രോബ്ലം നമ്മളോട് പറയുമ്പോൾ, നമ്മുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ മാർക്കറ്റ് വളരെ സക്സസ്ഫുൾ ആയ ഒന്നായിരിക്കാം, ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്നായിരിക്കാം, നിങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു സെയിൽസ് പേഴ്സൺ ആയിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു കസ്റ്റമർ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ പറ്റിയിട്ട് ഒരു ഫീഡ്ബാക്ക് തരുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സാണ് ഒരു സെയിൽസ് പേഴ്സണ് ഫസ്റ്റ് വേണ്ടത്. ആ കേൾക്കാനുള്ള മനസ്സിന് ശേഷം അതിലൊരു തെറ്റ് ഉണ്ട് എന്ന് ബോധ്യമായാൽ അപ്പോളജൈസ് ചെയ്യാനും തൻ്റെ സർവീസോ പ്രൊഡക്റ്റോ ഇംപ്രൂവ് ചെയ്യാനുള്ള തൻ്റെ കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് അയാളെ കോൺഫിഡൻസിൽ എടുക്കുകയുമായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പോൾ നമുക്ക് ആ ട്രെയിനിങ് സെക്ഷൻ തന്നെ എടുക്കാം. ഒരു കസ്റ്റമർ എണീച്ചു നിൽക്കുന്നു, 1-2 കസ്റ്റമേഴ്സ് എണീച്ചു നിൽക്കുന്നു, ഒരു പ്രോബ്ലം അവർ അഡ്രസ്സ് ചെയ്യുന്നു, ആ രീതിയുടെ, അയാൾ പ്രസന്റ് ചെയ്യുന്ന രീതിയുടെ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്നു. ഈ ട്രെയിനർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, കസ്റ്റമേഴ്സ് പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുകയും തുടർന്നുള്ള സെക്ഷനുകളിൽ ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയില്ല എന്ന് അവർ ഉറപ്പ് വരുത്തിയിട്ട് അത്രയും പേരെ കോൺഫിഡൻസിൽ എടുത്തിട്ട് ആ സെക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയുമായിരുന്നു വേണ്ടിയിരുന്നത്, അല്ലേ? ഇതാണ് ഞാൻ പറയുന്നത്. ആർക്കും ഒരു സെയിൽസ് ട്രെയിനർ ആവാൻ പറ്റും, പക്ഷേ വളരെ കുറച്ച് പേർക്ക് ഒരു സക്സസ്ഫുൾ സെയിൽസ് പേഴ്സൺ ആവാൻ പറ്റുകയുള്ളൂ. ഒരു സക്സസ്ഫുൾ സെയിൽസ് പേഴ്സൺ ആവണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് കസ്റ്റമറുടെ പ്രോബ്ലം തൻ്റെയും പ്രോബ്ലം ആണെന്നും ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഞാൻ 100% കമ്മിറ്റഡ് ആണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആവുകയും സർവീസ് ഓറിയന്റഡ് പേഴ്സൺ ആവുകയും ചെയ്യും. ഒരു സെയിൽസ് പേഴ്സൺ ലൈഫിൽ വിജയിക്കണമെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു ടഫ് മൊമെന്റ് നിങ്ങളുടെ കസ്റ്റമറുമായിട്ട് നിങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവം പുറത്തു വരികയും നിങ്ങൾക്ക് ഒരു ഫെയിലിയർ മൊമെന്റിനെ നേരിടേണ്ടി വരികയും ചെയ്യും. സെയിൽസ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്, അതുപോലെ ഒരു ആർട്ടാണ്. എന്താണ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സയൻസിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതുപോലെ എന്താണ് ആർട്ട് എന്ന് പറയുന്നത്? നമ്മൾ കുറച്ച് ഇമാജിനേഷൻസ്, കസ്റ്റമറിനായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവരുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 കാര്യങ്ങളും കൂടി പ്രോപ്പറായി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. സെയിൽസ് സ്കിൽസ് എന്ന് പറയുന്ന ഒരു ബോൺ സ്കിൽസ് ഒന്നുമല്ല, ഒരു ട്രെയിനഡ് സ്കിൽസ് ആണ്. പക്ഷെ മൈൻഡ് സെറ്റ്, അതാണ് ഇതിലെ പ്രധാനപ്പെട്ടത്. കസ്റ്റമറെ സെർവ് ചെയ്യാനും
കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് കേൾക്കാനും അത് സോൾവ് ചെയ്യാനുമുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയ മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു നല്ല സെയിൽസ് പേഴ്സൺ ആവാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയായിരുന്നു ആ മൊമെന്റ് ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത്? ഒരിക്കലുമല്ല. ഒരു കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു സർവീസ് പേ ചെയ്തിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു കസ്റ്റമർ ഒരു പ്രോബ്ലം നമ്മളോട് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ മാർക്കറ്റ് വളരെ സക്സസ്ഫുൾ ആയ ഒന്നായിരിക്കാം, ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്നായിരിക്കാം, നിങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു സെയിൽസ് പേഴ്സൺ ആയിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു കസ്റ്റമർ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ പറ്റിയിട്ട് ഒരു ഫീഡ്ബാക്ക് തരുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സാണ് ഒരു സെയിൽസ് പേഴ്സണ് ഫസ്റ്റ് വേണ്ടത്. ആ കേൾക്കാനുള്ള മനസ്സിന് ശേഷം അതിലൊരു തെറ്റ് ഉണ്ട് എന്ന് ബോധ്യമായാൽ അപ്പോളജൈസ് ചെയ്യാനും തൻ്റെ സർവീസോ പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള തൻ്റെ കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് അയാളെ കോൺഫിഡൻസിൽ എടുക്കുകയുമായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പോൾ നമുക്ക് ആ ട്രെയിനിങ് സെക്ഷൻ തന്നെ എടുക്കാം. ഒരു കസ്റ്റമർ എണീച്ചു നിൽക്കുന്നു, 1-2 കസ്റ്റമേഴ്സ് എണീച്ചു നിൽക്കുന്നു, ഒരു പ്രോബ്ലം അവർ അഡ്രസ്സ് ചെയ്യുന്നു, ആ രീതിയുടെ അയാൾ പ്രസന്റ് ചെയ്യുന്ന രീതിയുടെ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്നു. ഈ ട്രെയിനർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുകയും തുടർന്നുള്ള സെക്ഷനുകളിൽ ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയില്ല എന്ന് അവർ ഉറപ്പ് വരുത്തിയിട്ട് അത്രയും പേരെ കോൺഫിഡൻസിൽ എടുത്തിട്ട് ആ സെക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയുമായിരുന്നു വേണ്ടിയിരുന്നത്, അല്ലേ? ഇതാണ് ഞാൻ പറയുന്നത്. ആർക്കും ഒരു സെയിൽസ് ട്രെയിനർ ആവാൻ പറ്റും, പക്ഷേ വളരെ കുറച്ച് പേർക്ക് ഒരു സക്സസ്ഫുൾ സെയിൽസ് പേഴ്സൺ ആവാൻ പറ്റുകയുള്ളൂ. ഒരു സക്സസ്ഫുൾ സെയിൽസ് പേഴ്സൺ ആവണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് കസ്റ്റമറുടെ പ്രോബ്ലം തൻ്റെയും പ്രോബ്ലമാണെന്നും ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഞാൻ 100% കമ്മിറ്റഡ് ആണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആവുകയും സർവീസ് ഓറിയന്റഡ് പേഴ്സൺ ആവുകയും ചെയ്യും. ഒരു സെയിൽസ് പേഴ്സൺ ലൈഫിൽ വിജയിക്കണമെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു ടഫ് മൊമെന്റ് നിങ്ങളുടെ കസ്റ്റമറുമായിട്ട് നിങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവം പുറത്തു വരികയും നിങ്ങൾക്ക് ഒരു ഫെയിലിയർ മൊമെന്റിനെ നേരിടേണ്ടി വരികയും ചെയ്യും. സെയിൽസ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്, അതുപോലെ ഒരു ആർട്ടാണ്. എന്താണ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സയൻസിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ ഡിസൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. അതുപോലെ എന്താണ് ആർട്ട് എന്ന് പറയുന്നത്? നമ്മൾ കുറച്ച് ഇമാജിനേഷൻസ്, കസ്റ്റമറിനായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവരുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 കാര്യങ്ങളും കൂടി പ്രോപ്പറായി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. സെയിൽസ് സ്കിൽസ് എന്ന് പറയുന്ന ഒരു ബോൺ സ്കിൽസ് ഒന്നുമല്ല, ഒരു ട്രെയിനഡ് സ്കിൽസ് ആണ്. പക്ഷെ മൈൻഡ് സെറ്റ് അതാണ് ഇതിലെ പ്രധാനപ്പെട്ടത്. കസ്റ്റമറെ സെർവ് ചെയ്യാനും കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് കേൾക്കാനും അത് സോൾവ് ചെയ്യാനുമുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയ മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു നല്ല സെയിൽസ് പേഴ്സൺ ആവാൻ പറ്റും. സെയിൽസിനെ പറ്റിയുള്ള വളരെ രസകരമായ ഇൻഫോർമേഷൻസും വീഡിയോകളും തുടർന്നും ഞാൻ ഈ ചാനൽ പോസ്റ്റ് ചെയ്യും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മുന്നോട്ട് പോകാം, ഒരുമിച്ച് നമ്മുടെ അറിവുകൾ പങ്കുവെക്കാം, മുന്നോട്ട് പോകാം. ഒരു നല്ല സെയിൽസ് പേഴ്സണായിട്ട് നല്ല ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാം. താങ്ക് യു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സെയിൽസ്, മാർക്കറ്റിംഗ്, ലീഡർഷിപ്പ്, മാനേജ്മെന്റ് എന്നീ മേഖലകളിലുള്ള അറിവുകളും പുതിയ പുതിയ അപ്ഡേറ്റ്സുകളും ഫോളോ ചെയ്യുന്നതിന് മാനേജ്മെന്റ് ലെൻസ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സെയിൽസ്, മാർക്കറ്റിംഗ്, ലീഡർഷിപ്പ്, മാനേജ്മെന്റ് എന്നീ മേഖലകളിലുള്ള അറിവുകളും പുതിയ പുതിയ അപ്ഡേറ്റ്സുകളും ഫോളോ ചെയ്യുന്നതിന് മാനേജ്മെന്റ് ലെൻസ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.